നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഇനി പ്ലഗ് ഇൻ ഹൈബ്രിഡുകളാണ് കാര്യമായ രീതിയിൽ വരാൻ പോകുന്നൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ചോദ്യോത്തര വീഡിയോകളിലൊക്കെ ഞാനത് പറയുകയും ചെയ്തിരുന്നു. MG മോട്ടോർ, അതുപോലെ തന്നെ ഏറ്റവും പുതുതായിട്ട് ഇനി വരാൻ പോകുന്ന JSW മോട്ടോഴ്സ്, കൂടാതെ BYD, ഇവരൊക്കെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കൊണ്ടുവരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് MG മോട്ടോർ ആണെന്നും കേട്ടിരുന്നു. കേൾക്കുക മാത്രമല്ല, 2 ആഴ്ച മുമ്പ് ഡൽഹിയിൽ വെച്ച് അവരതിൻ്റെ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുകയും ചെയ്തു. വാഹനം അവതരിപ്പിച്ചില്ല, പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരാൻ പോകുന്നത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് നമ്മളെ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം MGയുടെ അടുത്ത മോഡൽ വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെന്ന്. അല്ല, ഇനി വരാൻ പോകുന്നതും EV തന്നെയാണ്, ഇലക്ട്രിക് വെഹിക്കിൾ തന്നെയാണ്. അതിൻ്റെ പേര് ഹോക്ക് എന്നാണ്. അപ്പോൾ ഹോക്കിൻ്റെ EV രൂപമാണ് ആദ്യം വരാൻ പോകുന്നത്. പക്ഷേ ഹോക്ക് തന്നെയാണ് പിന്നീട് ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ പ്ലഗ് ഇൻ ഹൈബ്രിഡ് രൂപത്തിലും വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ ചൈനയിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഇത് വൂളിംഗ് എന്ന് പറയുന്ന കമ്പനി, അത് MGയുടെ ഒരു സബ്സിഡറി കമ്പനി തന്നെയാണ്. അപ്പോൾ വൂളിങ്ങിൻ്റെ സ്റ്റാർലൈറ്റ് 560 എന്ന് പറയുന്ന ഒരു SUV ആണ് ഇന്ത്യയിൽ ഹോക്ക് എന്ന പേരിൽ MG മോട്ടോർ കൊണ്ടുവരുന്നതെന്നാണ് അറിയുന്നത്. MG മോട്ടറിൻ്റെ അഡാപ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്, അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവ് ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോം ടെക്നോളജി, അതാണ് അഡാപ്റ്റ്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ജനിക്കുന്നത്. വലിപ്പം നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര XUV 7XOയുമായിട്ടായിരിക്കും ഈ ഒരു വാഹനം മത്സരിക്കാൻ പോവുക. അതിൻ്റെ ഒരു PHEV അഥവാ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വേർഷൻ. എന്നാൽ അതിൻ്റെ ഇലക്ട്രിക് മോഡൽ വരികയാണെങ്കിൽ വലിപ്പം വെച്ച് നോക്കുമ്പോൾ മത്സരിക്കാൻ പോകുന്നത് മഹീന്ദ്രയുടെ XUV 9Sമായിട്ടായിരിക്കും. ഏകദേശം ആ വലിപ്പമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഹോക്ക് എന്ന് പറയുന്ന EVയിൽ 69.2 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആയിരിക്കും അതായിരിക്കും വരാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട് മൗണ്ടഡ് മോട്ടർ ആയിരിക്കും, അതായത് 4 വീൽ ഡ്രൈവ് ഒന്നും ആയിരിക്കില്ല. 2 മോട്ടറുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ ഫ്രണ്ടിൽ ഘടിപ്പിക്കുന്ന ഈ മോട്ടർ 201 SP ആയിരിക്കും പവർ തരിക. 310 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും മാക്സിമം ടോർക്ക്. 530 കിലോമീറ്ററാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ച്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് വേരിയൻറ്റിൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും 20.5 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 195 SP ആയിരിക്കും ഇതിൻ്റെ ഒരു കമ്പൈൻഡ് ഒരു പവർ എന്ന് പറയുന്നത്. 230 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും ടോർക്ക്. പ്യുവർ ഇലക്ട്രിക് ആയിട്ട് 125 കിലോമീറ്റർ ആയിരിക്കും ഈ വാഹനം ഓടുക. അതിനുശേഷം നിങ്ങൾക്ക് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല. നമ്മളിപ്പം ഇവിടുന്ന് കോഴിക്കോട് പോകുന്നു, കോഴിക്കോടേക്ക് പോകുന്ന വഴിക്ക് 125 കിലോമീറ്റർ EV തന്നെ ഓടുന്നു. അത് കഴിയുമ്പോഴത്തേക്കും EVയുടെ ചാർജ് തീരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചാർജ് ചെയ്തിട്ട് വേണം, EV ആണെങ്കിൽ വീണ്ടും മുന്നോട്ട് പോകാൻ. പക്ഷേ ഇതിലതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്ത് പെട്രോൾ ഓടിച്ച് പോകാം. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പോകുന്ന വഴിക്ക് പൊന്നാനി വെച്ച് ഒന്നുകൂടെ ചാർജ് ചെയ്ത് EV തന്നെ വേണമെങ്കിൽ നമുക്ക് കോഴിക്കോട് എത്തുകയും ചെയ്യാം. വളരെ സൗകര്യപ്രദമായൊരു സംഭവമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു വാഹനങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇനി പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയിരിക്കാം, ഇലക്ട്രിക് ആയിരിക്കില്ല എന്ന് നമുക്ക് തോന്നാൻ കാര്യം ഈ ഒരു സൗകര്യമാണ്. അതോടൊപ്പം തന്നെ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പോൾ നിങ്ങൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നു ഈ ഹോക്ക് എന്ന് പറയുന്ന വാഹനത്തിൽ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് ഓടിച്ചു പോവുകയാണെങ്കിൽ 1100 കിലോമീറ്റർ നിങ്ങൾക്ക് പിന്നീട് ഒരു ഫ്യൂലും അടിക്കാതെ ഓടിക്കാൻ പറ്റും. ഒരു ഫ്യൂലും അടിക്കാതെയോ അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യാതെയോ ഓടിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ 1100 കിലോമീറ്റർ ഒറ്റ പോക്കിലങ്ങ് പോകാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയാം. പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലിലും ഈ ഒരു ഇലക്ട്രിക് മോഡലിൽ അതുപോലെ തന്നെ ഈ CVT ട്രാൻസ്മിഷൻ ആയിരിക്കും ഉണ്ടാവുക. 4745 മില്ലിമീറ്റർ നീളവും 1850 മില്ലിമീറ്റർ വീതിയും 1755 മില്ലിമീറ്റർ ഉയരമുള്ളൊരു വലിയ SUV ആയിരിക്കും ഹോക്ക്. 2810 മില്ലിമീറ്റർ എന്ന് പറയുന്ന വളരെ വലിയ വീൽ ബേസ് ഉണ്ടാകും. 763 ലിറ്റർ എന്ന് പറയുന്ന വളരെ വലിയ ബൂട്ട് സ്പേസ് ഉണ്ടാകും. 7 പേർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിൽ 3 നിര സീറ്റുകളും ഉണ്ടാവും. പിന്നെ MG മോട്ടറിൻ്റെ വാഹനമായതുകൊണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു ക്ഷാമം ഉണ്ടാവുകയില്ല. 12.8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ 8.8 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകളും പനോരമിക് സൺറൂഫും ഇതെല്ലാം ഉണ്ടാകും. ലെവൽ 2 ADAS, 6 എയർ ബാഗുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയെല്ലാം ഈ വാഹനത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അവതരിപ്പിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ദീപാവലി ആണ് മുന്നിൽ കണ്ടുകൊണ്ടാണ് വരുന്നത്. അപ്പം അടുത്ത മാസം തന്നെ വിൽപ്പനയും തുടങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഹോക്കിനായിട്ട് കാത്തിരിക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് സജിത്ത് ആലപ്പാട്ടാണ്, തിരൂരിൽ നിന്നും. ഞാൻ BMW X1 വാങ്ങാനായി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ X1ൻ്റെ ലോങ് വീൽ ബേസ് മോഡൽ വരുന്നതായി അറിഞ്ഞു. അത് എപ്പോൾ വരുമെന്ന് അറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഓടിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഈ 20-ാം തീയതി, ഓഗസ്റ്റ് 20-ാം തീയതി മുംബൈയിലാണ് ആ വാഹനം ഓടിക്കാൻ വിളിച്ചിരിക്കുന്നത്. X1ൻ്റെ ലോങ് വീൽ ബേസ് വേരിയൻ്റാണിത്.
ലോങ് വീൽ ബേസിൽ തുടക്കത്തിൽ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ നോർമൽ മോഡലിനേക്കാളും നോർമൽ എക്സോണിനേക്കാളും 20 BHP പവർ കൂടിയ പെട്രോൾ എഞ്ചിനായിരിക്കും ഈ ഒരു ലോങ് വീൽ ബേസിൽ വരിക എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നോർമൽ മോഡലിനേക്കാളും 110 മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലുണ്ട് ഈ ഒരു ലോങ് വീൽ ബേസ് വേരിയൻറ്റിന്. 11 മില്ലിമീറ്റർ ഉയരവും കൂടുതലുണ്ട്. ഡിസൈൻ എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. 19 ഇഞ്ചായിരിക്കും ടയർ സൈസ് പ്രതീക്ഷിക്കുന്നത്. ഈ നോർമൽ എക്സോണിൽ അത് 18 ഇഞ്ചാണ്. ഇത് പ്രതീക്ഷിക്കുന്ന കാര്യമായിട്ട് പറഞ്ഞത്. ഇൻറ്റീരിയറിലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാനിടയില്ല. എന്നാൽ സീറ്റ് ഹൈറ്റ് 27 മില്ലിമീറ്റർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റിൻ്റെ ആ ഒരു കുഷ്യനുകളുടെ വീതിയും കൂട്ടിയിട്ടുണ്ട് ഈ നോർമൽ എക്സ്1നേക്കാളും ഈ ഒരു ലോങ് വീൽ ബേസ് മോഡലിൽ. ബൂട്ട് സ്പേസ് 546 ലിറ്ററാണ്. പക്ഷേ നോർമൽ എക്സ്1ൽ ഇത് 476 ലിറ്ററാണ്. അപ്പോൾ അത് കൂടുതലുണ്ട്. 10.7 ഇഞ്ചിൻ്റെ 10.7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീന്, 10.25 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ എന്നിവയും ഹാർമൻ കാഡൻ മ്യൂസിക് സിസ്റ്റവും ഓട്ടോ പാർക്ക് അസിസ്റ്റും അതൊക്കെയാണ് ഈ വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് വരുന്നത്. അതായത് ഓട്ടോ പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ എക്സ്1ൽ വരുന്നതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലാണ് വരുന്നത്. പുതിയ 1.5 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ലോങ് വീൽ ബേസിലുള്ളത്. നോർമൽ എക്സ്1നേക്കാളും നോർമൽ എക്സ്1ൽ 1.5 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോളും 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ലോങ് വീൽ ബേസിൽ എഞ്ചിൻ പവർ വർദ്ധിച്ച് 156 BHP ആകും. നോർമലിൽ പക്ഷേ ഇത് 134ആണ്. 300 ന്യൂട്ടൺ ടോർക്ക്. 7.9 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. ഇപ്പോൾ 53 ലക്ഷം രൂപയാണ് എക്സ്1ൻ്റെ ഈ നോർമൽ എക്സ്1ൻ്റെ ടോപ്പ് എൻഡിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും 2 ലക്ഷം രൂപയ്ക്ക് വില കൂടുതൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ നോക്കുമ്പോൾ ഇപ്പം ബെൻസിൻ്റെ GLA ആയാലും അല്ലെങ്കിൽ ഓഡി Q3 ആയാലും അതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വാഹനമായിരിക്കും ഈ ഒരു ലോങ് വീൽ ബേസ് മോഡൽ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതിൻ്റെ എക്സ്1ൻ്റെ ഇലക്ട്രിക് മോഡലിൽ ഈ ലോങ് വീൽ ബേസ് മോഡൽ നേരത്തെ വന്നു കഴിഞ്ഞാണ്. അതിപ്പോൾ ആദ്യമായിട്ട് പെട്രോൾ വേർഷനിലേക്കും വരികയാണ്. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സാദിഖ് ഹുസൈനാണ് പീരുമേട് നിന്നും. ടാറ്റ നെക്സോണിൻ്റെ പുതിയ കാമോ എഡിഷൻ വന്നതായി കണ്ടു. ബൈചേട്ടൻ വീഡിയോ ചെയ്തതായി കണ്ടില്ല. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുംബൈയിലായിരുന്നു ഈ കാമോ എഡിഷൻ്റെ ലോഞ്ച്. അന്ന് എനിക്ക് പോകാൻ സാധിച്ചില്ല. 9.99 ലക്ഷം രൂപയ്ക്കാണ് കാമോ എഡിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ എഡിഷൻ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വാഹനത്തിൻ്റെ രൂപത്തിലൊന്നും മാറ്റമൊന്നുമില്ല. പുതിയ എക്സ്റ്റീരിയർ നിറങ്ങൾ ഇതിന് വന്നിട്ടുണ്ട്, ഇതുവരെ ഇല്ലായിരുന്ന നിറങ്ങൾ. അതുപോലെ തന്നെ കാമോ തീമിലുള്ള ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. വലിയ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് വന്നിട്ടുണ്ട്. പിന്നെ ഡാഷ് ക്യാം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് പുതുമകളായിട്ട് പറയുന്നത്. ക്രിയേറ്റീവ്, അതുപോലെ ക്രിയേറ്റീവ് മുതൽ ഫിയർലെസ് വരെയുള്ള ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിലാണ് ഈ കാമോ എഡിഷൻ വന്നിരിക്കുന്നത്. ടോപ്പ് എൻഡിൽ എത്തുമ്പോൾ വില 13.94 ലക്ഷം രൂപയാകും. മൂന്നാർ മിസ്റ്റ്, കൂർഗ് ക്ലൗഡ് എന്നിവയാണ് പുതുതായിട്ട് ഇതിൽ വന്നിരിക്കുന്ന നിറങ്ങൾ. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ, സാധാരണ നിറങ്ങൾ കിട്ടുന്ന പേരുകളെന്നേ ഉള്ളൂ. മുൻ ഫെൻഡറിലും സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിലും ഒക്കെ കാമോ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലെ 12.3 ഇഞ്ചിൻ്റെ ഹാർമൻ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് 10.25 ഇഞ്ചേ ഉള്ളൂ, അല്ലെങ്കിൽ നെക്സോണിൽ നിലവിലുള്ള നെക്സോണിൽ. അപ്പോൾ ഇതിന് വലിപ്പം കൂടുതലാണ്. 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മാറ്റമില്ലാതെ തുടരുന്നുണ്ട്, പഴയ മറ്റു മോഡലിലും ഇതിലും എല്ലാം തന്നെ. 1.2 ലിറ്റർ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ, 1.2 ലിറ്റർ പെട്രോൾ CNG വേരിയൻറ്റുകളിൽ കാമോ എഡിഷൻ ലഭിക്കും. അപ്പോൾ പുതിയ നിറങ്ങളുണ്ട്, വലിയ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനുണ്ട്, അതുപോലെ ഡാഷ് ക്യാം ഉണ്ട്. അത്തരം പ്രത്യേകതകളൊക്കെയാണ് ഈ ഒരു മോഡലിലുള്ളത്. അതല്ലാതെ രൂപമാറ്റവും അത്തരം കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന രഞ്ജിത്ത് സഹദേവനാണ് കൊട്ടിയത്ത് നിന്നും. പുതിയ മഹീന്ദ്ര സ്കോർപിയോ എന്നിനെ കുറിച്ച് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓഗസ്റ്റ് 15 എല്ലാ ഓഗസ്റ്റ് 15 മഹീന്ദ്ര ഏതെങ്കിലും ഒരു പുതിയ വാഹനം അവതരിപ്പിക്കുന്ന പതിവുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് 15 നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ട് മുംബൈയിലേക്ക്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഏറ്റവും പുതിയ ഈ ഒരു സ്കോർപിയോ എന്നിൻ്റെ അവതരണമായിരിക്കും അവിടെ നടക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ സ്കോർപിയോ എൻ ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, പുതിയ സ്കോർപിയോ എൻ. അപ്പോൾ ഇനി എന്തായിരിക്കും ഓഗസ്റ്റ് 15 വരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. അത് വിഷൻ എസ് എന്ന് പറയുന്ന പുതിയ മോഡലായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും പുതിയ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് സ്കോർപിയോ എൻ വന്നിരിക്കുന്നത്. അതിൻ്റെ രൂപമാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഫീഡ്ബാക്ക് എടുത്തിട്ട്, ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഫീഡ്ബാക്ക് എടുത്തിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറേ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 13.69 ലക്ഷം രൂപയാണ് ഇതിനൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. 23.8 ലക്ഷം രൂപയാണ് ടോപ്പ് എൻഡിൻ്റെ വില. എക്സ്റ്റീരിയറിൽ മാറ്റങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പുതിയ 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ ഏറ്റവും കൂടിയ വേരിയൻറ്റുകളുണ്ട്, അതല്ലാതെ താഴത്തെ വേരിയൻറ്റിൽ യാതൊരു മാറ്റവും ഇല്ല. പുതിയ 12.3 ഇഞ്ചിൻ്റെ ഫ്രീ സ്റ്റാൻഡിംഗ് ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനാണ് സ്കോർപിയോനിലുള്ളത്. മുമ്പ് ഇത് 8 ഇഞ്ച് മാത്രമായിരുന്നു, അത് ഒറ്റച്ചാട്ടച്ചാടി 12.3 ഇഞ്ചായി. പഴയ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മാറിയിട്ട് ഫുള്ളി ഡിജിറ്റൽ 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 65 വാട്ടിൻ്റെ USB Type-C ചാർജറും ഇപ്പോൾ വന്നിട്ടുണ്ട്. പനോരമിക് സൺറൂഫ്, 440 ഡിഗ്രി ക്യാമറ, അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സറൗണ്ട് വ്യൂ ക്യാമറ, ഇപ്പോൾ 360 ഒക്കെ പോയി എല്ലാം 540 ആയി. അതിൽ ബ്ലൈൻഡ് വ്യൂ അതും കൊടുത്തിട്ടുണ്ട്.
കൂടാതെ സെൻട്രൽ കൺസോളിൽ അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്ന ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. എൻജിൻ പെർഫോമൻസ്, റോൾ ആൻഡ് പിച്ച്, കോമ്പസ്, അതുപോലെ ആൾട്ടിമീറ്റർ, ജി ഫോഴ്സ് എന്നിവയൊക്കെ ഇതിൽ കാണും. അതിൽ ഓഫ് റോഡിന് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതൊരു ഓഫ് റോഡ് അല്ലെങ്കിൽ പോലും ഇതിലും സ്കോപ്പ് എന്നിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ എഞ്ചിനൊന്നും മാറ്റം സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ അതാണ് സ്കോപ്പ് എന്നിൽ വന്നിരിക്കുന്ന പുതിയ കാര്യങ്ങൾ. രൂപമാറ്റം സംഭവിക്കാതെ തന്നെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ അഡീഷണലായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് ഓഗസ്റ്റ് 15 വരാൻ പോകുന്നത്? അതിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇനി വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം. കൗതുക വാർത്തയായിട്ടൊന്നും പറയാനില്ല, എങ്കിൽ പോലും ഒരു കൗതുക വാർത്ത തന്നെയാണത്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു 10 വർഷം മുമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രീമിയം വാഹനങ്ങൾ അല്ലെങ്കിൽ പ്രീമിയം വാഹന നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് 3 നിർമ്മാതാക്കളാണ് വരിക. ഒന്ന് BMW, ബെൻസ്, ഓഡി. ഇതിൽ ഈ ഓഡി എന്ന് പറയുന്ന കമ്പനി ആദ്യകാലത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, സെലിബ്രിറ്റീസൊക്കെ ആണെങ്കിൽ അവർ ഇപ്പോൾ ഈ ഡിഫൻഡർ ആണല്ലോ സെലിബ്രിറ്റീസ് എല്ലാവരും വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നു ഓഡി Q7 ഇല്ലാത്ത സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഓഡിയുടെ കാര്യത്തിൽ. പക്ഷേ പിന്നീട് എന്തോ ഓഡി അല്പം താഴേക്ക് പോയി. ഓഡിയുടെ മോഡലുകൾ വരവ് കുറഞ്ഞു. അതുപോലെ തന്നെ വന്നാൽ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിൽ പോലും ഇപ്പം സാധാരണ നമ്മളിപ്പോൾ കാണുന്ന MGയുടെയോ കിയയുടെയോ ഹ്യുണ്ടായുടെ ഒന്നും മോഡലിലുള്ള ഫീച്ചേഴ്സ് പോലും ഇല്ലാതായി. പിന്നെ ഡീലേഴ്സിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ ഓടി ഒന്ന് താഴ്ന്നു നിന്നു. ഇപ്പോൾ വീണ്ടും ഓടി ഉയർന്നു വരാൻ പോവുകയാണ്. അതായത് ഓടി കാര്യമായ രീതിയിൽ ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചു വരുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ 3 മോഡലുകളാണ് ഇനിയുള്ള കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കൊണ്ടുവരിക എന്നും പറഞ്ഞിരിക്കുന്നത്. ആ മോഡലുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതുതന്നെയാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുക വാർത്തയും. അപ്പോൾ ആദ്യമായിട്ട് Q3 എന്ന് പറയുന്നത് നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ BMW X1 അല്ലെങ്കിൽ ബെൻസ് GLA ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു നല്ല വാഹനമാണ്. ധാരാളം Q3കളുണ്ട്. പക്ഷേ Q3 ഒക്കെ ഇപ്പം സെക്കൻഡ് ഹാൻഡ് വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുന്നൊരു കാലവുമാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും പുതിയ Q3 ഈ വർഷം ഒടുവിൽ എത്തുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. 3ാം തലമുറയിൽപ്പെട്ട Q3 കഴിഞ്ഞ ജൂണിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. പെട്രോൾ, ഡീസൽ, പ്ലഗ്-ഇൻ ഹൈബ്രിഡ് വേരിയൻറ്റുകളുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. പക്ഷേ ഇന്ത്യയിൽ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള മോഡൽ മാത്രമേ വരുന്നുള്ളൂ. ഇത് 204 bhp എഞ്ചിനാണ് അതിന് കൊടുത്തിരിക്കുന്നത്. 7 സ്പീഡ് DCT ഗിയർ ബോക്സും അതോടൊപ്പം ഉണ്ട്. ഓൾ വീൽ ഡ്രൈവ് അഥവാ ക്വാട്രോ സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും ഇവിടെ ക്വാട്രോ സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും ഇന്ത്യയിലുള്ള മോഡലുകൾ വരാൻ പോകുന്നത്. SUV അതുപോലെ സ്പോർട്ട് ബാഗ് ഈ 2 ബോഡി സ്റ്റൈലുകളിൽ ഈ വാഹനം ഇന്ത്യയിലെത്തും. വലിയ സൺറൂഫ്, 11.9 ഇഞ്ചിൻ്റെ ഡ്രൈവർ ഡിജിറ്റൽ ഡിസ്പ്ലേ, 12.8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. 60 ലക്ഷം രൂപയായിരിക്കും അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വില. അപ്പോൾ Q3 ആണ് ആദ്യമായിട്ട് വരാൻ പോകുന്നത് ഈ വർഷം ഒടുവിൽ. അടുത്തത് ഓഡി A5 ആണ്. A5 എന്ന് പറയുന്നത് ഓഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ ഒരു സെഡാൻ എന്ന് പറയുന്നത് A4 ആണ്. അപ്പോൾ A4 നിർത്തലാക്കിയിട്ടാണ് A5 എന്ന് പറയുന്ന മോഡൽ വരാൻ പോകുന്നത്. A4നേക്കാളും വലിപ്പം കൂടുതലുണ്ടാകും A5 എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. 204 bhp 2 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് A5ലും ഉണ്ടാവുക. ഇന്ത്യയിൽ ക്വാട്രോ വേരിയൻറ്റ് വരാനുള്ള സാധ്യതയില്ല ഈ ഒരു വാഹനത്തിൽ. ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡൽ മാത്രമായിരിക്കും ഇന്ത്യയിൽ വരിക. 2027 ഫെബ്രുവരിയിലാണ് A5 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ കമ്പനി പ്ലാൻ ചെയ്യുന്നത്. 70 ലക്ഷം രൂപയാണ് അതിന് പ്രതീക്ഷിക്കുന്ന വില. 1.5 കോടിയോളം രൂപ വില വരുന്ന Q9 ആണ് അടുത്ത വർഷം പകുതിയോടെ 2027 പകുതിയോടെ ഓടി ഇന്ത്യയിൽ എത്തിക്കുന്ന മറ്റൊരു മോഡൽ. A8 നിർത്തലാക്കിയിട്ടാണ് A9 വരിക. ഈ A8 എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓടി ഒരു അല്പം ഡിമ്മ എന്ന സമയത്ത് ഇന്ത്യയിൽ വന്നുകൊണ്ട് അധികം വിൽക്കാതെ പോയൊരു മോഡലാണ്. പക്ഷേ നല്ല ഗംഭീരമായൊരു മോഡലായിരുന്നു A8. അപ്പോൾ എന്തായാലും A9 5.3 മീറ്റർ നീളമുണ്ടാകും. BMW X7, ബെൻസ് GLS എന്നിവയൊക്കെ ആയിട്ട് മത്സരിക്കാൻ പറ്റുന്ന വലുപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. ഇന്ത്യയിലെ 3 ലിറ്റർ V6 പെട്രോൾ എഞ്ചിനായിരിക്കും വരിക. 367 bhp എഞ്ചിനായിരിക്കും. അതൊരു ഗംഭീര വയ്യായിരിക്കും. 550 ന്യൂട്ടൺ മീറ്ററാണ് ടോർക്ക്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ DCT ട്രാൻസ്മിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഓടിക്ക് ഇന്ത്യയിൽ 8.9% മാർക്കറ്റ് ഷെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഓടി കരുതുന്നത്. അപ്പോൾ എന്തായാലും തിരിച്ചു വരിക. കാരണം ഗംഭീര വാഹനങ്ങളായിരുന്നു ഓടി നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അത് നമുക്കൊരു മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓടിയുടെ ഒരു വലിയ തിരിച്ചുവരവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അങ്ങനെ പറയേണ്ടത് പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണ്. കേരളത്തിൽ ഉടനീളം നോക്കിയാൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം വരെ നോക്കിയാൽ 35 സെയിൽസ് സെൻറ്റേഴ്സും 35 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക്. നിങ്ങൾക്ക് ഏതൊരു ഹുണ്ടായി വാഹനം വാങ്ങിക്കണമെങ്കിലും ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കേരളത്തിൽ എവിടെയായാലും വാഹനം എത്തിച്ചു തരും. എന്നിട്ട് ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ പറയുക. ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളുമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഹുണ്ടായിയെ പറ്റിയോ പോപ്പുലർ ഹുണ്ടായെ പറ്റിയോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകും.
ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ ക്രെറ്റയും അതുപോലെ തന്നെ ഏറ്റവും പുതിയ വെന്യൂവും ഏറ്റവും പുതിയ വെർണയും ഒക്കെ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. എല്ലാം ഗംഭീര വാഹനങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക് വേണ്ട രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആദ്യമായി ഇന്ത്യയിൽ ഒരു SUV EV കൊണ്ടുവന്നത് ഹ്യുണ്ടായാണ്, കോന എന്നുള്ള പേരിൽ. കോന ഇപ്പോഴും സസന്തോഷം ഓടിച്ചുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ അവരിൽ നിന്നും വരുന്ന മറ്റൊരു SUV EV ആണ് ഹ്യുണ്ടായി ക്രെറ്റ. അപ്പോൾ തന്നെ അറിയാമല്ലോ ഒട്ടും മോശമാകാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളൊരു EV വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു വലിയ SUV EV വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹ്യുണ്ടായി ക്രെറ്റ നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു മോഡലാണ്. അതോടൊപ്പം തന്നെ വെർണ ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു സെഡാനാണ്. അതുപോലെ തന്നെ ഒരു കോമ്പാക്റ്റ് SUV ആണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെന്യൂവിലേക്കും പോകാം. പിന്നെ ക്രെറ്റയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ക്രെറ്റ പെട്രോൾ ആയാലും ഡീസലായാലും ഗംഭീര വാഹനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏതൊരു വാഹനം വേണമെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടുപുറത്ത് വാഹനം എത്തിച്ചേരും. കൂടാതെ ഞാനീ പറഞ്ഞ പോലെ ഹ്യുണ്ടായും നിങ്ങളും പോപ്പുലർ ഹ്യുണ്ടായും തമ്മിലുള്ള ഒരു പാലമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഉപയോഗിക്കാം. എന്താവശ്യം ഹ്യുണ്ടായെ സംബന്ധിച്ച് എന്താവശ്യമുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹ്യുണ്ടായെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ 2 തരത്തിലേക്ക്. ഒന്ന്, ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം, തിരഞ്ഞെടുത്ത് നമുക്ക് ഉത്തരം തരും. മറ്റൊന്ന് baijuannair@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം. കൂടാതെ ബൈജുവൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം, ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അയച്ചാലും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ അവസാനിപ്പിക്കാം അല്ലേ? വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.